നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLൻ്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണല്ലോ. ലൈറ്റ് ഡ്രാമകളാണ് ഈ ഒരു റൗണ്ടിൽ നിരവധി മത്സരങ്ങൾ നമ്മൾ കണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയോട് തോറ്റ കളിയിലും അവസാന ഘട്ടത്തിലുള്ള ഡ്രാമകൾ. ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ഗോൾ വഴങ്ങി അവിടെ കളി പരാജയപ്പെട്ടു. അതുപോലെ തന്നെയാണ് മുഹമ്മദ് NC വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിക്കുന്നത്. ഇന്നലെ ഗോവ വേഴ്സസ് ജംഷഡ്പൂർ മത്സരവും അവസാന ഘട്ടത്തിലാണ് വിധി എഴുതപ്പെടുന്നത്. ജോർഡൻ മൊറയുടെ ഗോളിന് ജംഷഡ്പൂർ FC വിജയിച്ച് കയറി. അപ്പോൾ ആദ്യ റൗണ്ടിലെ മത്സരങ്ങൾ എടുത്താൽ മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം കിടിലൻ പോരാട്ടമായിരുന്നു. പുറകിൽ പോയതിനു ശേഷം മുംബൈ സിറ്റി തിരികെ വന്നതും സമനില പിടിച്ചതുമൊക്കെ എടുത്തു പറയണം. അവരെ ഭയക്കണം. ഇപ്പോൾ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടാവുന്ന ടീം അവർ തന്നെയാണ്. ഒഡീഷ ചെന്നൈയിൻ മത്സരം മികച്ചൊരു പോരാട്ടം ചെന്നൈയിൻ കാഴ്ചവെച്ചു. ഒഡീഷയെ വീഴ്ത്തി 2-3 വിജയം. ഓവൻ കോയല് തീർച്ചയായിട്ടും എല്ലാവരെയും ഭയപ്പെടുന്ന രൂപത്തിലേക്ക് ചെന്നൈയിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബംഗളൂരു FC ഈസ്റ്റ് ബംഗാളിനെ ഏകപക്ഷീയമായൊരു ഗോളിന് തോൽപ്പിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയോട് സ്വന്തം മണ്ണിൽ 2-1 തോൽക്കുന്ന കാഴ്ച. മുഹമ്മദൻ SC ആദ്യമായിട്ടാണ് ISL കളിക്കുന്നതെങ്കിലും വലിയ പാരമ്പര്യമുള്ള ടീമാണ്. ആ പാരമ്പര്യത്തിന് ഒത്ത പ്രകടനം തന്നെ അവർ നടത്തി. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഒടുവിൽ വിജയിച്ച് കയറുകയുണ്ടായി. നോർത്ത് ഈസ്റ്റ് ആ ഒരു ഡ്യൂറൻ കപ്പ് കിരീടമൊക്കെ ചൂടി കിരീടമില്ല എന്നുള്ള ഭാരം ഇറക്കി വെച്ച് വിജയത്തുടക്കം ഇട്ടിരിക്കുകയാണ് ISL. ഗോവ ജംഷഡ്പൂർ മത്സരം ഖാലിദ് ജമീലിൻ്റെ അടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ മനോലോ മാർക്കേസിൻ്റെ കുട്ടികളെ തോൽപ്പിച്ചിരിക്കുന്നു. സോ ബിഗ് റിസൾട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യ റൗണ്ടിൽ നമ്മൾ കിടിലൻ പോരാട്ടങ്ങൾ കണ്ടു എന്ന് തന്നെ പറയണം. നമ്മുടെ പവർ റാങ്കിങ് സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണിത്. ആദ്യ എപ്പിസോഡ് കളിക്ക് മുമ്പ് ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവതരിപ്പിച്ചതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2ാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് അതുപോലെ കളിക്ക് മുമ്പുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കളി കണ്ടല്ലോ. പക്ഷേ ഒരു റൗണ്ടേ കഴിഞ്ഞുള്ളൂ. ഈ ഒറ്റ കളി കൊണ്ട് മാത്രം ഒരു ടീമിനെ വിലയിരുത്തി അവരെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരാനും അല്ലെങ്കിൽ ഒറ്റ തോൽവി കൊണ്ടും മാത്രം ഒരു ടീമിനെ പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാനും ഒന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പവർ റാങ്കിങ് എന്നുള്ള ഈ രീതി ഒരുപക്ഷെ പലരും കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് പോയിൻ്റ് പട്ടികയല്ല. പോയിൻ്റ് പട്ടികയിൽ ആര് തലപ്പത്ത് നിൽക്കുന്നു അവർ 1ാം സ്ഥാനത്ത്, അങ്ങനെയല്ല. ഇത്തവണ കിരീട സാധ്യത കൂടുതൽ ആർക്ക് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായ രൂപത്തിലുള്ള പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1ാമത്തെ റൗണ്ടിൽ, അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ പവർ റാങ്കിങ്ങിൽ 13ാം സ്ഥാനത്താണ് ഹൈദരാബാദ് FC ഉണ്ടായിരുന്നത്. അവർ തന്നെയാണ് ഇത്തവണ നമ്മൾ വീണ്ടും പവർ റാങ്കിങ്ങിൽ 13ാം സ്ഥാനം കൊടുക്കുന്നത്. കാരണം അവർ കളിച്ചിട്ടില്ല, അവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് മാറ്റമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ അവരുടെ ഒരു കളിയെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അവർ 13ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്, മാറ്റമില്ല. അതേസമയം 12ാം സ്ഥാനത്ത് KB FC ആണ്. നമ്മുടെ ഈ 2ാം എപ്പിസോഡിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ KB FCക്ക് 9ാം സ്ഥാനം കൊടുത്തിരുന്നു. പക്ഷേ വളരെ നിരാശജനകമായ ഒരു പെർഫോമൻസ് കൂടി കാണുമ്പോൾ സാധ്യതകൾ കൂടുതൽ മങ്ങുന്നുവോ എന്നൊരു തോന്നലാണ്. ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതി കളിച്ച കളി, പഞ്ചാബിനോട് കളിച്ച കളി വളരെ പരിതാപകരമായിരുന്നു. 2ാം പകുതിയിൽ പിന്നെ വിപിനൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഒരു മികവിലേക്ക് പോയി. പക്ഷേ അവസാന ഘട്ടത്തിൽ ഡിഫൻസൊക്കെ പാളിപ്പോയി. 2-1 തോൽവിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും പഞ്ചാബിനോട് തോറ്റ ബ്ലാസ്റ്റേഴ്സിൻ്റെ മടങ്ങി വരവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ്. ലൂണ തിരികെ വരുമ്പോൾ കാര്യങ്ങൾ റെഡിയാകും എന്ന് തന്നെ നമുക്ക് കരുതാം. നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 12ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഇനി പവർ റാങ്കിങ്ങിൽ അടുത്ത സ്ഥാനത്ത് 11ാം സ്ഥാനത്ത് പഞ്ചാബ് FC. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും അവർ 11ാം സ്ഥാനത്തായിരുന്നു. ഒരു കളി ജയിച്ചില്ലേ, അവർക്കിപ്പോൾ പോയിൻ്റ് പട്ടികയിൽ 3ാം സ്ഥാനമുണ്ടല്ലോ എന്നൊക്കെ പലരും പറയാം. പക്ഷേ ഒറ്റ കളി കൊണ്ട്, ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒരു ഒറ്റ കളി കൊണ്ട് അവർ കിരീടത്തിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു എന്ന് തൽക്കാലം ഞാൻ കരുതുന്നില്ല. ലുക്കാ മെയ്സൻ്റെ മികച്ച പ്രകടനം മറക്കുന്നില്ല. വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ചാൻഡുകളൊക്കെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മികച്ച രൂപത്തിൽ കളിച്ച ലുക്കാ മെയ്സന് കൈയടിക്കണം. എന്തായാലും അവരുടെ പവർ റാങ്കിങ്ങിൽ സ്ഥാനചലനമില്ല എന്ന് പറയുകയാണ്. 10ാമത് നമ്മൾ കൊടുക്കുന്നത് മുഹമ്മദൻ SC ആണ്. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 12ാമതായിരുന്നു മുഹമ്മദൻ SC എങ്കിൽ ഈ പവർ റാങ്കിങ്ങിൽ അവർ 2 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല,
ആദ്യ ISL മത്സരം ഐ ലീഗിൽ നിന്ന് വന്നതാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ലീഗാണ്. ഈ ലീഗിൻ്റെ നിലവാരത്തിൽ വലിയ മാറ്റമുണ്ട്. എന്നാലും മിന്നും പ്രകടനം അവർ നടത്തിയിട്ടുണ്ട്. തോറ്റുപോയി ശരിയാണ്, പക്ഷെ അവർ കളിച്ച കളി വളരെ മികച്ചത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർക്ക് നമ്മളിപ്പോൾ 10ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. പവർ റാങ്കിങ്ങിൽ 9ാമത് ജംഷഡ്പൂർ. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 10ാമതുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവർക്ക് ഒരു സ്ഥാനം മുകളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യ കളി വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. നമ്മുടെ ISLൻ്റെ പോയിൻ്റ് പട്ടികയിൽ അവർ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. FC ഗോവക്കെതിരെ മികച്ച ഒരു വിജയം തന്നെയാണ് അവർ നേടിയിട്ടുള്ളത്. അർമാൻഡോ സാദിഖുവിലൂടെ ഗോവ മുന്നിലെത്തിയതിന് ശേഷം അവർ തിരിച്ചടിച്ചു. ഹാവിയർ സിവേരിയയുടെ പെനാൽറ്റി ഗോൾ, ഒടുവിൽ ജോർഡൻ മുറെ ടീമിനെ വിജയിപ്പിച്ചു. നമ്മൾ മറക്കുന്നില്ല. ഏതായാലും അവർക്ക് നമ്മൾ ഇപ്പോൾ പവർ റാങ്കിങ്ങിൽ ഒരു സ്ഥാനക്കയറ്റം കൊടുത്തിരിക്കുകയാണ്. ജംഷഡ്പൂർ FC ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്ത്. പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് BFC ബംഗളൂരു FC. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും അവർ 8ാമതായിരുന്നു. ഈ പവർ റാങ്കിങ്ങിലും അവർ 8ാം സ്ഥാനത്ത് തന്നെയാണ് വരുന്നത്. ബംഗളൂരു പക്ഷേ അവരുടെ ആദ്യ കളി വിജയിച്ചിട്ടുണ്ട്, 3 പോയിൻ്റ് നേടിയിട്ടുണ്ട്. പോയിൻ്റ് പട്ടികയിൽ അവർ ISLൻ്റെ പോയിൻ്റ് പട്ടികയിൽ ഇപ്പോൾ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല, മാറ്റമില്ല. പക്ഷേ എന്നാൽ പോലും ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ളവരുടെ വിജയം മോശമല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും അവരുടെ പവർ റാങ്കിങ്ങിൽ മാറ്റമില്ലാതെ അവർ തുടരുകയാണ്. വരുന്ന കളികളിൽ കൂടി അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. ദെൻ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്തുള്ളത് ഈസ്റ്റ് ബംഗാളാണ്. ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ഒരു സീസൺ കളിക്കുന്നത്. പക്ഷേ ആദ്യ കളിയിൽ അതിനൊത്ത ഇമ്പാക്റ്റൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ലാൽ ചുങ്കുങ്ങൾക്ക് ഇപ്പോൾ റെഡ് കാർഡ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അടുത്ത മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നതും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈസ്റ്റ് ബംഗാളിന് നമ്മുടെ പവർ റാങ്കിങ്ങിൽ താഴേക്ക് വീഴാനാണ് യോഗം. 7ാം സ്ഥാനത്താണ് അവരുള്ളത്. 6ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും നോർത്ത് ഈസ്റ്റിനെ നമ്മൾ 6ാം സ്ഥാനത്ത് കൊടുത്തിരുന്നു. പ്ലേ ഓഫിലേക്ക് അവരെത്തും എന്ന് തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കും എന്ന് തന്നെ കരുതണം. ഏതായാലും ആദ്യ മത്സരം വിജയിച്ചിട്ടാണ് അവർ വരുന്നത്. നിലവിലെ പോയിൻ്റ് പട്ടികയിൽ അവർക്ക് ആദ്യ വിജയം സമ്മാനിച്ച 3 പോയിൻ്റ്. അങ്ങനെ അവർ 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCക്കെതിരെയാണ് ആ ഒരു ഒറ്റ ഗോൾ വിജയം സ്വന്തമാക്കിയത്. കളിയുടെ അവസാന ഘട്ടത്തിൽ അലാദിൻ അജാഴി നേടിയിട്ടുള്ള ഗോളിനാണ് അവർ വിജയിച്ചത്. എന്തായാലും നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡ്യൂറൻ കപ്പ് വിജയിച്ചു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. കപ്പില്ല, കിരീടമില്ല എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിനി ഇവിടെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു ഭാരം ഇറക്കി വെച്ചിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് അവർ കളിക്കുന്നത്. ഏതായാലും അവർക്ക് പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സ് എന്ന് തന്നെ നമ്മളവരെ കാണണം. 6ാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിലുള്ളത്. 5ാം സ്ഥാനത്താണ് ഒഡീഷ FC. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 4ാമതായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അവർ 5ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് പരാജയപ്പെടാനായിരുന്നു വിധി. കാരണം ചെന്നൈയിന് ആ രൂപത്തിൽ ഒരു പോരാട്ട വീര്യം കാഴ്ചവെച്ചു. അപ്പം ഒഡീഷയെ അവർ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒഡീഷ FCയെ സംബന്ധിച്ചിടത്തോളം തിരികെ വരാനുള്ള എല്ലാ കപ്പാസിറ്റിയും അവർക്കുള്ളതാണ്. 2-3 അവരെ ചെന്നൈയിൻ തോൽപ്പിച്ചത് എന്ന കാര്യം കൂടി ഓർക്കുക. അവസാന ഘട്ടത്തിൽ റോയ് കൃഷ്ണ ഗോൾ അടിച്ചുകൊണ്ടാണ് ആ ഒരു സ്കോർ ലൈൻ 2-3 എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. അതൊന്നും മറക്കുന്നില്ല. എന്നാൽ പോലും ഒഡീഷയ്ക്ക് ഈ ഒരു തോൽവി വലിയ രൂപത്തിലുള്ള ആഘാതമുണ്ടാക്കി. തീരെ സാധ്യതകളില്ല എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാനാവില്ല. അവർ 5ാം സ്ഥാനത്താണ്. 4ാം സ്ഥാനത്താണ് FC ഗോവ നമ്മുടെ പവർ റാങ്കിങ്ങിൽ വരുന്നത്. 3ാം സ്ഥാനമായിരുന്നു കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നത്. ഈ പവർ റാങ്കിങ്ങിൽ അവർ 4ാം സ്ഥാനത്തേക്ക് വീഴുന്നു. അവർ കഴിഞ്ഞ മത്സരം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജംഷഡ്പൂർ FC അവരെ പരാജയപ്പെടുത്തി വിട്ടു. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന മത്സരങ്ങളിൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റും ഇന്ത്യൻ കോച്ച് മനോലോ മാർക്കസിൻ്റെ കീഴിൽ എന്ന് തന്നെയാണ് കരുതുന്നത്. 2-1 ജംഷഡ്പൂർ ഗോവയെ തോൽപ്പിച്ചത്. വരും മത്സരങ്ങളിൽ കൂടുതൽ ഒരു ഇമ്പാക്റ്റ് അവരുടെ താരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനവർക്ക് കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയുമാണ്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ അടുത്ത ഒരു സ്ഥാനം വരുന്ന 3ാം സ്ഥാനത്തേക്ക് ചെന്നൈയിൻ വരുന്നു. ഇത് പലരെയും ഒരു പക്ഷേ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും. ചെന്നൈയിൻ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 7ാമതായിരുന്നു. ഇപ്പോൾ അവർ 3ാമതേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. അവരുടെ കോച്ച് ഓവൻ കോയലാണ് എന്നുള്ളതാണ്.
അദ്ദേഹം ആ ടീമിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതവരെ ഈ ഒരു സീസണിൽ ആരും ഭയപ്പെടുന്ന ഒരു ടീമെന്ന രൂപത്തിലേക്ക് മാറ്റിമറിക്കും എന്ന ഒരു സൂചനയാണ് ഓൾറെഡി ലഭിച്ചിട്ടുള്ളത്. ആദ്യ കളി വിജയിച്ച് അവർ 3 പോയിൻ്റോട് കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒഡീഷയ്ക്കെതിരെ 2-3 തകർപ്പൻ വിജയം, പോരാടി നേടിയ വിജയം എന്ന് തന്നെ പറയണം. കാരണം ഡിയേഗോ മൊറീസിയോയിലൂടെ ആദ്യം ഒഡീഷ മുന്നിലെത്തിയതാണ്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ചെന്നൈയിന് ഒരു ഗോളിന് പുറകിലാണ്. പക്ഷെ പിന്നീട് രണ്ടാം പകുതിയിൽ ഫാറൂഖ് ചൗധരി തുടരെ ഗോളടിച്ചുകൊണ്ട് ടീമിൻ്റെ വിജയം ഉറപ്പാക്കുകയും അതിനുശേഷം ഡാനിയൽ ചീമ ചുക്കുവിൻ്റെ ഗോൾ വന്നു. അവർ വിജയം അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. ഒടുവിൽ റോയ് കൃഷ്ണ ഒരു ഗോൾ മടക്കിയടിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാൽ പോലും ചെന്നൈയിന് ഇത്തവണ ചില കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് വേണം കരുതാൻ. അടുത്തതായിട്ട് നമ്മുടെ പവർ റാങ്കിങ്ങിൽ വരുന്നത് MBSG ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആദ്യ കളിയിൽ അവർ ജയിച്ചിട്ടില്ലല്ലോ. ശരിയാണ്, കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തായിരുന്നു MBSG എങ്കിൽ ഈ പവർ റാങ്കിങ്ങിൽ ഒരു സ്റ്റെപ്പ് താഴേക്ക് വന്ന് 2-ാം സ്ഥാനത്തേക്ക് വരികയാണ്. പക്ഷേ MPSG ഒക്കെ ഒരു കളി സമനിലയായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സ്ക്വാഡ് അത്രയും മികച്ചതാണ്. മികച്ച മുന്നേറ്റ നിരയുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അവർക്ക് ഇതിനിടയ്ക്ക് AFC കപ്പൊക്കെ കളിക്കാനുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. എന്നാൽ പോലും ISL അവർ മികച്ച പ്രകടനം വരുന്ന മത്സരങ്ങളിൽ നടത്തും എന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. 2-ാം സ്ഥാനത്താണ് അവരെങ്കിൽ 1-ാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC ആണ്. മുംബൈ സിറ്റി FC കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 2-മതായിരുന്നു. അവർ 1-മതേക്ക് മാറി. മോഹൻ ബഗാനെതിരെ പുറകിൽ പോയിട്ട് അവർ നടത്തിയിട്ടുള്ള തിരിച്ചുവരവ്, അതാണ് അവർ ഈ ഒരു സീസണിൽ മുന്നോട്ട് വെക്കുന്ന ഫുട്ബോൾ. അവസാനം വരെ അവർ തോൽക്കില്ല. അവർ പോരാടും. അതിനുള്ള കെൽപ്പ് അവർക്കുണ്ട്, അതിനുള്ള താരങ്ങൾ അവർക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മുംബൈ സിറ്റി FCയെ എല്ലാവരും ഭയക്കേണ്ടതുണ്ട്. മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് വെറുതെ പറയുന്നതല്ല. അവരുടെ താരങ്ങളെ നമുക്കറിയാമല്ലോ. അതിശക്തരായിട്ടുള്ള ഒരു സ്ക്വാഡ് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുറകിൽ പോയ മത്സരത്തിൽ നിന്ന് അവരുടെ തിരിച്ചുവരവിലൂടെ അവർ കാണിച്ചിരിക്കുന്നത്. അത് ആരോടാണ് അങ്ങനെ തിരിച്ചു പിടിച്ചതെന്ന് നോക്കുക, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടാണ്. അപ്പോൾ ഈ ലീഗിൽ മറ്റേതൊരു ടീമിനോടും അവർക്ക് വലിയ ആധിപത്യം പുലർത്താനും മറ്റുമൊക്കെ കഴിയും. നമ്മളിപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എന്തായാലും കൊടുക്കുന്നത് മുംബൈ സിറ്റി FC ആണ്. അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ് വളരെ പെട്ടെന്നൊന്ന് പറയാം. ആഫ്റ്റർ മാച്ച് ഡേ 1 ഏറ്റവും അധികം സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത് മുംബൈ സിറ്റി FCക്ക്. പവർ റാങ്കിൽ 1-മത് മുംബൈ സിറ്റി FC, 2-മത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, 3-മത് ചെന്നൈയിൻ FC, 4-മത് FC ഗോവ, 5-മത് ഒഡീഷ, 6 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, 7 ഈസ്റ്റ് ബംഗാൾ, 8 ബംഗളൂരു FC, 9 ജംഷഡ്പൂർ FC, 10 മുഹമ്മദൻ SC, 11 പഞ്ചാബ് FC, 12 കേരള ബ്ലാസ്റ്റേഴ്സ് FC, 13 ഹൈദരാബാദ് FC. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇത് സ്ഥിരമായിട്ടങ്ങുള്ള ഒരു പവർ റാങ്കിങ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതല്ല. ഓരോ മാച്ച് ഡേക്ക് ശേഷവും ഇത് പുതുക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പവർ റാങ്കിങ് ഇട്ടപ്പോൾ ഒരു സുഹൃത്ത് വന്ന് കമൻ്റ് ഇടുന്നത് കണ്ടു, ഇതൊക്കെ നീ മാറ്റും, കളി കഴിയുമ്പോൾ മാറ്റി പറയുമെന്നേ, ലീഗ് കഴിയുമ്പോൾ മാറ്റി പറയരുതെന്ന് പറയും. ലീഗ് കഴിയുമ്പോഴല്ല, ഓരോ റൗണ്ടിന് ശേഷവും മാറ്റി പറയും. അങ്ങനെയാണ് പവർ റാങ്കിങ്. അത് ഈ സിസ്റ്റം അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.